ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള ഇറങ്ങിയ മലയാള സിനിമകൾ, അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിമാണ് ഇന്നത്തെ വീഡിയോ. മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ചില പടങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ചില തെറ്റുകളൊക്കെ പറ്റാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജനുവരിയിൽ നമ്മൾ 4-ാം തീയതി വരുന്ന ആദ്യത്തെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ OTT-യിലായിരുന്നു. പേരിൽ പ്രീമിയർ ലീഗ്. സണ്ണി വിജയരാഘവനൊക്കെ അഭിനയിച്ചൊരു മൂവി ആയിരുന്നു. പടം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് എന്നൊരു പടമായിരുന്നു. OTT-യിലെ പടം കണ്ടിരുന്നു. ജനുവരി 5-ന് വന്നൊരു പടമായിരുന്നു രാസ്ത. സച്ചിൻ ഖലീദ് സുധീഷൊക്കെ അഭിനയിച്ച പടമായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. ജനുവരി 5-ന് വന്നൊരു പടമായിരുന്നു ആട്ടം. വിനയ് ഫോർട്ട്, കലാപം, ഷാജോൺ. അതിഗംഭീര മൂവിയായിരുന്നു. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ പടമാണ്. കാണാത്തവർ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. സൂപ്പർ മൂവി. ഞാൻ തിയേറ്ററിൽ കണ്ട ആളാണ്. അതുപോലെ ജനുവരി 14-ന് എബ്രഹാം മോസ്ലർ ജയറാം കംബാക്ക് എന്നൊക്കെ പറഞ്ഞു വന്ന പടമായിരുന്നു. മമ്മൂട്ടി ആവറേജ് അബോ പടം ഉണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. കൽബ്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കാരണം പടം വിജയിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനിപ്പടുത്താണ് ഈ പടം കണ്ടത്, കൽബ്. പക്ഷെ ആട് തേച്ചൊട്ടിച്ചിട്ടുണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ പടം OTT-യിൽ വമ്പ ഹിറ്റായിരുന്നു. തിയേറ്ററിൽ നമുക്കന്ന് കാണാൻ പറ്റിയില്ല. കാരണം അധികം കാലം ഒരു 1 വീക്കിനുള്ളിൽ പടം മാറി, അതുകൊണ്ട് കാണാൻ പറ്റും. ഷോസ് കുറവായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് എക്സ്പീരിയൻസ്. എനിക്ക് കണ്ടപ്പോൾ വൺ ടൈം വാച്ചബിൾ മൂവി OTT-യിൽ ഞാൻ കണ്ടത്. മായാവനം, ജാഫർ ഇടിക്ക്, അലൻസിയർ എന്നൊക്കെ അഭിനയിച്ചൊരു പടമായിരുന്നു. ജനുവരി 19 ഇറങ്ങി, ഞാൻ കണ്ടിട്ടില്ല. ജനുവരി 19 വിവേകാനന്ദ വൈറലാണ്, കണ്ടിരുന്നു. ശോകമായിരുന്നു. ഷൈൻഡോ ജാക്കോ, മഞ്ജു പിള്ള. ജനുവരി 25-ന് മലയാള സിനിമ ഏറ്റവും വലിയൊരു ഭയങ്കര പ്രൊമോഷൻ വന്നൊരു പടം വന്ന് ലാലേട്ടന്റെ വലയക്കോട്ടെ വലിപ്പൻ. ഓവർ ഹൈപ്പും ഫാൻസിന്റെ വലിയ പ്രൊമോഷനും തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ബച്ചൻ. അതൊക്കെ പ്രതീക്ഷിച്ചു പോയ ജനങ്ങൾക്ക് ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പടം തന്നത്. ബട്ട് ബോക്സ് ഓഫീസിലെ പടം പരാജയമായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ വന്നു കഴിഞ്ഞാൽ LB ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ശ്രീനാഥ് ബാസി, ലാലച്ചൊക്കെ. ഫെബ്രുവരി 9-ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് പറഞ്ഞിരിക്കുകയാണ് 2024-ലെ പ്രേമലു. നസ്ലിൻ ഗഫൂർ, അൽതാഫ് സലീം, നമ്മുടെ ഫുൾ ടീം അഭിനയിച്ച പടം. ഗിരീഷ് ഷെട്ടിയുടെ പടമായിരുന്നു. അപ്പോൾ ആ പടം വമ്പ ഹിറ്റായിരുന്നു. 100 crores കളക്ട് ചെയ്ത പടമായിരുന്നു. ഫെബ്രുവരി 9-ന് ജെറി എന്നൊരു പടം വന്നിരുന്നു. കോട്ടൻ നസീർ, പ്രമോദ് വളിയാണ്. ഞാൻ ഇപ്പോഴും പേര് കേൾക്കുന്നത്, കണ്ടിട്ടില്ല. ഫെബ്രുവരി 9-ന് അന്വേഷിപ്പി കണ്ടെത്തുന്ന ഒരു പടം വന്നു. ടോവിനോ തോമസ്, സിദ്ദിഖ്. സൂപ്പർ മൂവി ആയിരുന്നു. ഈ ഹിറ്റുകളുടെ ഇടയിൽ ഈ ഫെബ്രുവരി കുറച്ച് ഹിറ്റുകൾ പടം അതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ട് ഒതുങ്ങി തീർന്ന പടമാണ്. പക്ഷെ അത്യാവശ്യം തിയേറ്ററിൽ കളിച്ച് നല്ല റെസ്പോൺസ് കിട്ടിപ്പെട്ടായിരുന്നു അന്വേഷിപ്പി കണ്ടെത്തുന്നത്. ഫെബ്രുവരി 15-ന് ബ്രഹ്മയുഗം. മമ്മൂട്ടിയുടെ അതിഗംഭീര പെർഫോമൻസ്, കൂടുതൽ പറയാനില്ല. അർജുൻ അശോകൻ, മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരത്. ഹൊസ മൂവി 2024 നല്ല ഒരു ഫിലിം കൂടിയായിരുന്നത്. തുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെ ഒരു പടമാണ്. വിജയ് മേനോൻ, ഷൈൻഡോ ജാക്കോ അഭിനയിച്ച പടം. അന്ധകാര, ദിവ്യ പിള്ളൈ, ചന്തു നാച്ചി. ഞാൻ കണ്ടിട്ടില്ല പടം. ദി സസ്പെക്ട് ലിസ്റ്റ്, വിനീത് കുമാർ. ഞാൻ കണ്ടിട്ടില്ല പടം. മഞ്ഞുമൽ ബോയ്സ് അടുത്ത ഹിറ്റ് ഫെബ്രുവരിയിലെ. സൗബിൻ, ശ്രീനാഥ് ബാസി, ഓൾ ക്രൂ. അതിഗംഭീരം മേക്കിംഗ് ഇൻഡസ്ട്രി ഹിറ്റ് ഇൻ മലയാള ഇൻഡസ്ട്രി. 200 crores above. ഫാമിലി, വിനയ് ഫോർട്ട്, മാത്യു തോമസ്. എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴാണ്. ആവറേജ് അല്ല, എനിക്ക് കണ്ടിരുന്നു മാത്രം. മാർച്ചിലേക്ക് വരുന്ന സമയത്ത് മലയാള സിനിമയുടെ നല്ല വശം തന്നെയാണ്. തങ്കമണി എന്നൊരു പടം ഒരുപാട് പ്രതീക്ഷയിലും, ദിലീപിന്റെ പടം. പക്ഷെ അത് ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയിച്ചില്ല പടം. പക്ഷെ പേഴ്സണലി ആ ഒരു നടന്ന സംഭവം കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് കണക്ട് ആയി. ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലുണ്ടായ ഇൻസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിരുന്നൊരു പടമായിരുന്നു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവി ആയിരുന്നു. ചെറിയ സിനിമ, ചെറിയ ബഡ്ജറ്റിൽ വന്നൊരു പടം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. പ്രത്യേകിച്ച് പുരുഷബന്ധിത കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ആയിട്ട് വരുന്നൊരു പടമായിരുന്നു. മനസ്സാ വാച ഞാൻ കണ്ടിട്ടില്ല. എക്സിറ്റ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജനനം 1947, പ്രണയം തുടരും. നിങ്ങൾ ആ പടം കണ്ടിട്ടില്ല, OTT-യിൽ അവൈലബിൾ ആണ്. സൂപ്പർ മൂവിയാണ്. ചെറിയ ബഡ്ജറ്റിൽ വന്ന ഒരു പടം. ഈ വയസ്സുകാലത്തും പ്രണയം ഒക്കെ മനസ്സിലുണ്ട് എന്നൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരു സംഭവം, ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ നൈസാണ് പടം. സീക്രട്ട് ഹോം എനിക്കൊരു റിയൽ സ്റ്റോറി ആയിരുന്നു. എനിക്കൊരു ആവറേജിന് താഴെ എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ്. ആടുജീവിതം സ്വസ്ഥ മൂവി 2024 പറയാനില്ല. പ്ലസ് കിട്ടു. അപ്പൊ അതാണ് ഫെബ്രുവരിയിൽ വന്ന പടങ്ങൾ. അപ്പൊ നമ്മൾ മാർച്ചിലേക്ക് വരികയാണെങ്കിൽ, ഏപ്രിലേക്ക് വരികയാണെങ്കിൽ ബദൽ ഓഫ് മാനിഫെസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ആവേശം അടുത്ത എല്ലാ മാസവും ഹിറ്റ് ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആവേശം അതിഗംഭീര ഹിറ്റായിരുന്നു മലയാള സിനിമയിൽ. ട്രെൻഡിങ് ഫഹദ് ഫാസിൽ ഒന്നും പറയാനില്ല. പടം കാണാത്തവരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ജയ് ഗണേഷ് ആവറേജിന് താഴ്ന്ന പടമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അനദർ ഹിറ്റ്. പവി കേക്കർ ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടമായിരുന്നു.
പഞ്ചവത്സര പദ്ധതി എനിക്ക് പേഴ്സണലി കണക്ട് ആയ ഒരു പടമായിരുന്നു, പക്ഷെ അത് വിജയിച്ചില്ല. മെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗു എന്നൊരു പടം ഞാൻ കണ്ടിട്ടില്ല. CID രാമചന്ദ്രൻ റിട്ടയർഡ് എക്സ് ഞാൻ അടുത്താണ് OTT കാണുന്നത്. സൂപ്പർ മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. ടർബോയ്സ് നമുക്ക് അനദർ ഹിറ്റ് എന്നൊരു ആവറേജ് ആയി നിൽക്കുന്ന മൂവിയാണ്. കോപ്പങ്കിൾ, മന്ദാകിനി നൈസ് മൂവി, ചെറിയ ബഡ്ജറ്റിൽ വന്ന് കൊമേഴ്സിൽ വിജയിച്ചൊരു മൂവിയാണ്. തലവൻ വിജയിച്ചൊരു മൂവിയാണ്. വൺസ് അപ്പോൺ ടൈമിൽ കൊച്ചി ശോകമായിരുന്നു. കുണ്ടല പുരാണം ഞാൻ കണ്ടിട്ടില്ല. കുടുംബശ്രീയും കുഞ്ഞാടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മാസം മെയ് മാസത്തിൽ ഹിറ്റ് ഉണ്ട്, 2 ഹിറ്റ് ഉണ്ട്. ജൂണിൽ വന്നു കഴിഞ്ഞാൽ ലിറ്റിൽ ഹാർട്സ് എനിക്ക് പേഴ്സണലി വർക്കായ പടമായിരുന്നു, പക്ഷെ പടം വിജയിച്ചില്ല. DNA കണ്ടു, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഗർ എനിക്ക് അവരതിന് താഴെ. ഉള്ളൊഴുക്ക് സ്വസ്ഥ മൂവി 2024 നടന്ന സംഭവം നല്ല മൂവിയായിരുന്നു, എനിക്ക് വർക്കായ പടമായിരുന്നു. സ്വർഗത്തിലെ കെട്ടുമുമ്പ് എനിക്ക് ഞാൻ കണ്ടില്ല. ഗഗനചാരീസ് അനന്തർ എക്സ്പെരിമെന്റൽ മൂവി 2024 മസ്റ്റ് വാച്ച് ആയിരുന്നു. ബിഗ് ബാൻ എനിക്ക് ആവറേജ് താഴെ കിട്ടിയ മൂവി. പാരഡൈസ് അതിഗംഭീര മൂവി ആയിരുന്നു. പട്ടാപ്പകർ എന്ന പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ജൂൺ മാസത്തിലും നല്ല പടങ്ങൾ ഇറങ്ങിയിരുന്നു, 1-2 ഹിറ്റുകളൊക്കെ പിറന്നിരുന്നു. അപ്പോൾ ജൂലൈയിലേക്ക് വരുമ്പോൾ പാർട്ട്നേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. കനകരാജ് ഞാൻ കണ്ടിട്ടില്ല. വിശേഷം ചെറിയ ബഡ്ജറ്റിൽ വന്ന നല്ലൊരു മൂവിയായിരുന്നു. ചെറിയൊരു സബ്ജക്റ്റ് നല്ല ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ മലയാളികളുടെ ഇടയിലൊക്കെ നടക്കുന്ന സംഭവമാണ്. കുഞ്ഞുങ്ങളുണ്ടാവാത്തതിനെ പുറത്തുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. പടം കണ്ടിട്ടില്ല, OTT അവൈലബിൾ ആണ്, നിങ്ങൾ എന്തായാലും കാണണം. സമാധാന പുസ്തകം എനിക്ക് മിസ്സായ പടമാണ്. നാഗേന്ദ്രൻ ഹണിമൂനെ കണ്ടിട്ടില്ല. ഇടിയൻ ചന്തു ഞാൻ കണ്ടു. അയ്യോ ശോകം. പഞ്ചായത്ത് ചെട്ടി ഞാൻ കണ്ടൊരു പടമാണ്. മറ്റേ ടീമിന്റെ പേര് മറന്നല്ലോ, അറിയമായ ടീം അവതരിപ്പിച്ച പടമായിരുന്നു. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ്. സീക്രട്ട് ഒന്നുകൂടി കുറെ കാര്യങ്ങൾ കണക്ട് ആയി, പക്ഷെ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. ലെവൽ ക്രോസ് ഒസം മൂവി, ഒസം പെർഫോമൻസ്. അസീഫ് അലി, അനാമല, ഫുൾ ടീം, ഷർഫുദ്ദീൻ. പടം OTT അവൈലബിൾ ആണ്, കാണാത്തവർ കാണുക. ഓഗസ്റ്റ് വന്ന പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സിദ്ദിഖ് ഞാൻ കണ്ടിട്ടില്ല. മനോരഥങ്ങൾ, ലാലേട്ടൻ്റെ ഒരു നല്ല പടം ഉണ്ടായിരുന്നു. 10 പടങ്ങൾ MTയുടെ. ഡയറക്ടർ റൈസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് കാണാൻ OTT അവൈലബിൾ ആണ്. വാഴ അടുത്ത ഹിറ്റ് 2025. നുണക്കിഴി അഗെയിൻ ഹിറ്റ്. പാലും പഴവും ഞാൻ കണ്ടിട്ടില്ല. ഫുട്ടേജ് ഞാൻ കണ്ടിട്ടില്ല. താനാര കണ്ടിരുന്നു, അത്യാവശ്യം ചിരിച്ച പടമായിരുന്നു കേട്ടോ, പക്ഷെ പടം വിജയിച്ചില്ല. അത് കണ്ടിരുന്നു. അതൊരു അവനൊരു വീണ്ടും അഭിനയിച്ചപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് കണ്ടാണ്, പക്ഷെ നമ്മൾ കണ്ടുപടുത്തൊരു സബ്ജക്റ്റ് ഒക്കെ തന്നെയായിരുന്നു. വിരുന്ന് കണ്ടതിട്ടില്ല. ഭരതനാട്യം നൈസ് മൂവി ആയിരുന്നു കേട്ടോ, ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. അതൊക്കെ പഴയ സബ്ജക്റ്റ് ആയാലും ഒരു ഫീൽ ഗുഡ് പോലെ കണ്ടിരുന്ന ഒരു പടമായിരുന്നു. സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ അഗെയിൻ അനദർ ഹിറ്റിൻ 2024 കിഷ്കിന്ദ കാണ്ഡം. അഗെയിൻ ഞാൻ ചെയ്തിട്ട് 2 പടങ്ങൾ കൊമേഴ്സ് കളക്ട് ഗംഭീരമായിട്ട് കളക്ട് ചെയ്ത പടമാണ്. കൊണ്ടലിനൊരു പേഴ്സണലി എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു, പക്ഷെ പടം വിജയിച്ചില്ല. ബാഡ് ബോയ്സ് അടുത്ത പടക്കായിരുന്നു. അമർലുവിന്റെ കഥ എന്ന് വരെ ആവറേജ് പടം ഉണ്ടായിരുന്നു. ഓൾ വെല്ലി ഞാൻ കണ്ടിട്ടില്ല. കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലാത്തതുകൊണ്ട് കാണാൻ പറ്റാത്തൊരു പടമാണ്. ഞാൻ എന്തായാലും OTT കാണുന്നത്. ഗുമസ്തൻ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. അധികം അഭിനയിക്കുന്ന അധികം ആളുകളൊന്നും ഇല്ല, പുതിയ ആളുകൾ വെച്ച് നല്ല ചെയ്തൊരു ത്രില്ലർ മൂവി തന്നെയായിരുന്നു. കപ്ല ഓൾ പ്ലേ അടുത്തൊരു പടക്കം മാത്യുവിന്റെ 2024. അപ്പോൾ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ ഒരു കട്ടിലൊരു മുറി ഞാൻ കണ്ട പടമായിരുന്നു. അതിൽ കുറച്ച് പെർഫോമൻസുകൾ വെച്ച് നിർത്തി കഴിഞ്ഞ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബോഗേൻ വില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്, പക്ഷെ ആ പടത്തിന് ഡിഫറെന്റ് ഒപ്പീനിയൻ വന്നിരുന്നു. സോൾ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടില്ല. 1000 ബേബീസ് നൈസ് കുറെ ഇഷ്ടപ്പെട്ടു. അതിൽ കുറെ ഭാഗത്ത്. പൊറാട്ട് നാടകം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. പണി എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. ട്രയം ഞാൻ കണ്ടിട്ടില്ല. പല്ലോട്ടി സ്വസ മൂവി 2024. കുട്ടികളുടെ പടം എന്നൊക്കെ പറയും, പക്ഷെ കുട്ടികളുടെ പടം എന്നല്ല, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇപ്പൊ നവംബർ മാസത്തിലേക്ക് വരുമ്പോൾ അന്വേഷണത്തിന്റെ തുടക്കം. ഷൈൻ ടോജാക്കോ മുകേഷ് ഞാൻ കണ്ടിട്ടില്ല. മുറ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു, തകർത്ത പടമായിരുന്നു. ഇതിൽ ഒരുപാട് പേര് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും വരയ്ക്കും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയാൽ മതി. ആനന്ദ് ശ്രീപാൽ എനിക്ക് മോശമില്ലാത്ത എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. ഹലോ മമ്മി എനിക്കൊരു മോശമില്ലാത്ത എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. പിന്നെ സൂക്ഷ്മദർശിനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടമായിരുന്നു. 2024 അതിഗംഭീര പടം തന്നെ പറയാം. ടർക്കി എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. പരാക്രമം ഞാൻ കണ്ടിട്ടില്ല. സ്ഥാനാർത്ഥി സീക്രട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. ഈ പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല മൗത്ത് പബ്ലിസിറ്റി പടങ്ങളാണ്. കൊമേഴ്സിൽ എത്രമാത്രം വിജയിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പൊ ഡിസംബറിലേക്ക് വരുമ്പോൾ പ്രിൻസസ് സ്ട്രീറ്റ് ഞാൻ കണ്ടിട്ടില്ല. പാതിരാത്രി അത് ഞാൻ കണ്ടിട്ടില്ല. ജൂതൻ ഞാൻ കണ്ടിട്ടില്ല. വെമ്പത്തി ഇതൊക്കെ OTT വന്നാന്ന് തോന്നുന്നു. റൈഫി ക്ലബ്ബ് സൂപ്പർ മൂവി.
ആഭ്യന്തര കുറ്റവാളി റിലീസായിട്ടില്ല. വരാഹം റിലീസിന് വന്നിട്ടില്ല. കൈരളി. പിന്നെ മാർക്കോ കളിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ച് മാർക്ക് മൂവി. ബാരോസ് ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമായിരുന്നു. പിന്നെ ഏത് പടമാണെന്നുള്ള റഫീഖ് ക്ലബ്. ഈ 3 പടങ്ങളാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2021 എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം 130-140 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ അന്യഭാഷ ചിത്രങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 26-27 പടങ്ങളുണ്ട്. പിന്നെ ഇതിൽ വിട്ടുപോയ പടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ പടങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് OTT എക്സ്പീരിയൻസ് ചെയ്യും. തിയേറ്ററിലല്ല. ഓക്കെ, ബൈ.